അല്ലാഹു പറയുകയാണ്, ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ? ഏതാണ് ആ നന്മയെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒറ്റ നന്മ നിങ്ങൾ ചെയ്യണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം എന്തൊക്കെ? പ്രതിഫലം എന്തൊക്കെ? എന്താ പ്രതിഫലം എന്തൊക്കെയാ? മരിക്കുന്ന കാലം വരെ ഭക്ഷണം ആര് തരും? നിങ്ങളുടെ നാഭം കൊണ്ട് ഉറക്കെ പറ, കേക്കട്ടെ, പറ. രണ്ടാമത്തെ പ്രതിഫലം എന്താ? ഈമാനോടുകൂടിയുള്ളൊരു മരണം അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞെന്തെന്നറിയോ? 5 നേരം ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിൻ്റെ ഭാര്യയും മക്കളും നിസ്കരിച്ചാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഉറക്കെ പറ. നിസ്കരിക്കാറുണ്ടോ? ഉണ്ടോ? നിസ്കരിക്കാറുണ്ടോ? ഉണ്ട് ഉസ്താദേ. നിങ്ങളൊക്കെ നിസ്കരിക്കും. ഇരിക്കട്ടെ, നിങ്ങളെല്ലാവരും നിസ്കരിക്കും. ഇല്ലെന്ന് ഞാൻ പറയൂല. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാ. സമയത്ത് നിസ്കരിക്കുമോ? അതില്ല. നമ്മളൊക്കെ നിസ്കരിക്കും. സമയത്ത് നിസ്കരിക്കുമോ? അതില്ല. നിനക്ക് തോന്നുമ്പോൾ ഒരു നിസ്കാരം അത്ര തന്നെ. 5 വഖത്ത് നിസ്കരിക്കുന്നവരാ ഞാനും നിങ്ങളും. പക്ഷെ സമയത്ത് നിസ്കരിക്കാറില്ല നമ്മൾ. നമ്മുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടില്ലേ? ഈ പെണ്ണുങ്ങളൊക്കെ എപ്പോഴാണ് നിസ്കരിക്കുക? ലോഹർ 12:30 ആകുമ്പോൾ മുഹദ്ദി ഇവിടെ കിടന്നുകൊണ്ട് വിളിക്കും, ഹയ്യാല സല ഹയ്യാല ഫല. ആമിനാത്ത മീൻ വെട്ടിക്കൊണ്ട് നിൽക്കും. ചോറ് വെക്കും, കറി വെക്കും, എല്ലാം കഴിഞ്ഞ് 2:45 3 മണിയാകുമ്പോൾ കുളിച്ചിട്ടൊരു പോക്കുണ്ട് ആമിന ലോഹർ നിസ്കരിക്കാൻ. പിന്നെന്തിനാ ഈ മനുഷ്യൻ 12:30 വിളിക്കണേ? നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനാണെങ്കിൽ ഇന്ന സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. അല്ലാഹ് വെച്ചിട്ടുണ്ട് സമയം, അപ്പോൾ പോയി നിസ്കരിക്കണം. അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം. നിനക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കാനുള്ളതല്ല, നിനക്ക് തോന്നുമ്പോൾ പോയി നിസ്കരിക്കാനുള്ളതല്ല. അല്ലാഹ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നിസ്കരിക്കണം. ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراعون ويمنعون الماعون. വൈലെന്ന് പറയുന്ന നരകം അല്ലാഹ് നിനക്കൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. നിസ്കരിക്കാത്തവനല്ല, നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവൻ, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവൻ, സമയത്ത് നിസ്കരിക്കാത്തവൻ, അവൻ ആ വൈലെന്ന് പറയുന്ന നരകമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്കുമ്പോൾ തോന്നുമ്പോൾ പോയി നിസ്കരിക്കാനുള്ളതല്ല. സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അപ്പോൾ പോയി നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും നിസ്കരിക്കും. നിങ്ങളുടെ ഭാര്യ, അള്ളാഹു ആലം, നിങ്ങളുടെ ഭാര്യ ചിന്തിക്കടോ. എന്തിനു മക്കൾ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം. എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവൻ എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിൻ്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാൻ ഈ കൈവക്കാത്ത എല്ലാവരുടെയും മക്കൾ 5 നേരം നിസ്കരിക്കുന്നവരാണെന്ന് വിശ്വസിക്കാൻ ഞാൻ മലക്കൊന്നും അല്ലടോ. ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യനാ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. മക്കളെ അടിക്കാൻ ചെന്ന് നോക്ക്. മക്കളെങ്ങാണം വാപ്പങ്ങാണം മക്കളെ തല്ലാൻ പോയാൽ മക്കൾ പറയും, വാപ്പ ആദ്യം ഒന്ന് പള്ളിയിൽ പോ, പിന്നെ വന്ന്. ആദ്യം നിങ്ങളൊന്ന് പോപ്പാ പള്ളിയിൽ. വാപ്പങ്ങാണം കമ്പം കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാടോ നമ്മുടെ അവസ്ഥ. ഇതാ നമ്മുടെ അവസ്ഥ. അലംഭാവം. നമ്മളിങ്ങനെ നടക്കുക, മുസ്ലിമാ. എന്ത് മുസ്ലിമട ചങ്ങാതി? നീ എന്ത് മുസ്ലിമാ? ഉമർ തങ്ങൾ പറഞ്ഞു തന്നറിയോ? ഒരു വഖത്ത് നിസ്കാരം അറിഞ്ഞുകൊണ്ട് കളയാക്കിയാൽ, കാരണമില്ലാതെ ഒരു വഖത്ത് നിസ്കാരം കളയാക്കുന്നവൻ കാഫിറാടോ. മൃതങ്ങൾ പറയുക, അവൻ്റെ ഈമാനില്ലാതെ അവൻ മരിച്ചു പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 വഖത്ത് നമസ്കാരം ഒരു വിട്ടുവീഴ്ചയുമില്ല.
അതിനകത്തൊരു വീഴ്ചയുമില്ല വാപ്പാ. നിസ്കരിക്കാൻ പറ്റുമോ? ഭാര്യ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? മക്കളെ നിസ്കരിപ്പിക്കാൻ പറ്റുമോ? വാപ്പാ സുബഹിക്ക് പള്ളിയിൽ വരുന്ന വാപ്പാ, നീ നിന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയിലല്ലേ മകന്റെ റൂം കിടക്കുന്നത്? അവനെ കൂടെ കൊണ്ടുവരാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമസ്കരിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം രണ്ടെണ്ണമാ. ഒന്ന്, മരിക്കുന്ന കാലം വരെ അല്ലാഹു ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയുകയാണ്, എടോ നീ നിന്റെ കട, ഈ പള്ളിയുടെ മുറ്റത്ത് കടയുണ്ടല്ലോ, ബാങ്ക് വിളിച്ച് നിസ്കാരം നടക്കുമ്പോ നീ കേറുന്നില്ലല്ലോ, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ നീ പറയുന്ന മറുപടി, ഞാൻ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് കസ്റ്റമർ വന്നാലോ, എൻ്റെ കച്ചവടം നഷ്ടമായാലോ, ഉസ്താദേ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണ് എൻ്റെ നിസ്കാരം മുടങ്ങുന്നത്. വാപ്പാ, നിനക്ക് കട തന്നതാരാ? കച്ചവടം തന്നതാരാ? ഭക്ഷണം തന്നതാരാ? ജോലി തന്നതാരാ? ആരോഗ്യം തന്നതാരാ? ഇതൊക്കെ തന്നത് അല്ലാഹുവാ. ആ അല്ലാഹ്ക്ക് ഒന്നുകൂടെ അറിയാ, നിന്നെ ഈ പള്ളിയുടെ മുറ്റത്ത് കൊണ്ടിരുത്തിയിട്ട് യാചിപ്പിക്കാനും അല്ലാഹ്ക്കറിയാ. തരാൻ മാത്രമല്ല, ലൈൻ സകർതും ലസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. കടതന്ന അല്ലാഹ്ക്ക് നിന്നെ യതീംഖാനയിലാക്കാനും അറിയാം. ലോകത്തിന് സമാധാനമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലവാ. എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? സന്തോഷമുള്ള ജീവിതം അല്ലാഹുവേ സ്വപ്നം കണ്ട് കഴിയുന്നവരുണ്ടല്ലോ. അല്ലാ, സമാധാനമുള്ള ഒരു ജീവിതം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു നിനക്ക് എന്ത് പരീക്ഷണം തന്നാലും നീ പറയണം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വന്തം മക്കളുടെ മയ്യത്ത് കണ്ട വാപ്പമാരോട് പറയുകയാ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മലക്കുകൾ മടങ്ങി ചെല്ലുമ്പോ അള്ളാഹു ചോദിച്ചു, എൻ്റെ അടിമ എന്ത് പറഞ്ഞു? എൻ്റെ അടിമ എന്ത് പറഞ്ഞു? അവന്റെ കരളിന്റെ കഷ്ടത്തെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ എൻ്റെ അടിമ എന്ത് പറഞ്ഞു? മലക്കുകൾ പറയുന്നു, അൽഹംദുലില്ലാഹ്. അവർ അൽഹംദുലില്ലാഹ് പറയുന്നു. അല്ലാഹ് സ്വന്തം മക്കൾ മരിച്ചു പോയപ്പോ പടച്ചവനെ അവർ അൽഹംദുലില്ലാഹ് പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരങ്ങനെ പറഞ്ഞു എന്ന മലക്കുകൾ പറയുമ്പോ അല്ലാഹു പറയുന്ന, ഒരു വീട് പണിയൂ. രണ്ട് മക്കളുടെ വാപ്പമാർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അല്ലാഹു മലക്കുകളോട് പറയുകയാ, ഒരു വീട് പണിയേ, ഒരു വീട് പണിയേ. എന്നിട്ട് ആ വീടിന്റെ പേരെഴുതി വെക്കണം, ബൈത്തുൽ ഹംദ്. ഇതവർക്കുള്ള വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്തു പറയണം? പറയണം, എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, എന്ത് പറയണം? കച്ചവടം തകർന്നു പോയി, എന്ത് പറയണം? ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു, എന്ത് പറയണം? നിനക്ക് ക്യാൻസർ വന്നു, എന്ത് പറയണം? നിന്റെ മക്കൾ മരിച്ചുപോയി, നീ എന്ത് പറയണം? എന്ത് പറയണം? ഉസ്താദിന് കിളി പോയോ എന്ന് തോന്നുന്നു വിചാരിക്കും നിങ്ങളില്ലേ? എടോ, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും പറയണം അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കൾ പരീക്ഷ എഴുതി തോറ്റുപോയാൽ എന്ത് പറയണം? മക്കൾ 10ാം ക്ലാസ്സിൽ തോറ്റുപോയി, എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. തൂങ്ങി മരിച്ച പോയി, തീർന്നു. എടാ, തോറ്റാ തോറ്റ്, ജയിച്ചാ ജയിച്ച്. പടച്ചോന് തോറ്റുപോയാൽ തോറ്റുപോയി, അൽഹംദുലില്ലാഹ്. അടുത്ത പരീക്ഷ ചത്ത എന്ത് കിട്ടും? കയറി ആത്മഹത്യ ചെയ്താൽ ഈ ഉമ്മത്തിൽ ആത്മഹത്യ കുറവായിരുന്നു, ഇപ്പൊ കൂടുതലാ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉമ്മത്തിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാഹ്, ഒരു പരാതിയില്ല, പരിവൊന്നുമില്ല. അള്ളാഹുടെ തീരുമാനം വന്നു പോയി, അൽഹംദുലില്ലാഹ്. ക്ഷമിക്ക്. അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാൻ എളുപ്പമുണ്ടില്ലേ? പറയാൻ എളുപ്പമുണ്ടില്ലേ? സിനാന്റെ വാപ്പ ചിരിക്കണില്ലേ? സിനാനല്ല മരണപ്പെട്ട പയ്യന്റെ പേരെന്താ? സിനാന്റെ ഒക്കെ വാപ്പ ചിരിക്കുന്നുണ്ട്. ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോ, നീ ബക്കറ്റ് കളച്ചനൊക്കെ കഴിഞ്ഞോടാ ചങ്ങാതി,
എല്ലാം നേരത്തെ കഴിഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ പിന്നെ പിരിവൊന്നും ഇല്ലല്ലോ. ഇവിടെ പിരിവൊന്നും ഇല്ലല്ലോ, എല്ലാം സമ്പന്നന്മാരല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. ഇവിടെ എന്ത് പരീക്ഷണം വന്നാലും അൽഹംദുലില്ലാ പറയണം. അതിനൊരു വഴി ഞാൻ പറഞ്ഞുതരട്ടെ. എന്ത് നഷ്ടപ്പെട്ടാലും നിനക്ക് പരാതിയില്ല, നിനക്ക് സങ്കടമില്ല. അള്ളാഹു അങ്ങനെയുള്ളൊരു മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള മനസ്സ് നൽകുമാറാകട്ടെ. ഒരു വഴി പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വിശക്കുന്നവൻ ആഹാരം കൊടുത്തിട്ടേ കാര്യമുള്ളൂ, വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ മനസ്സിൽ എഴുതി പോയി. എന്ത് ദുഃഖം വന്നാലും നിനക്ക് സങ്കടം വരില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണം. ഒന്ന്, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? പറഞ്ഞ കൈമാരെ ഉണ്ടോ ഇല്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കമുണ്ടോ? ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടോ? എങ്കിൽ ഖുർആൻ പറയുന്നു, ഇന്ന മഅൽ ഉസ്രി യുസ്റ. നബിതങ്ങൾ പറയുകയാ, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, നിനക്കൊരു നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. അപ്പം നിനക്ക് അല്ലാഹ് ഇപ്പോൾ പ്രയാസം തന്നിരിക്കുന്ന എന്തിനാ? സ്വർഗം തരാനല്ല. നിനക്ക് അല്ലാഹ് ഇപ്പൊ പ്രയാസം തന്നിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പിച്ചോ, നിനക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കിപ്പോൾ കടമാണോ? കച്ചവടം പോയോ? പോട്ടെ, അടുത്തതിൽ നിനക്ക് ലാഭമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിനക്കിപ്പോൾ രോഗമുണ്ടോ? അല്ലാഹ് നിനക്ക് സ്വർഗം, നിനക്ക് എന്തെങ്കിലും അല്ലാഹ് തരും. ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട് സഹോദര, ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്. നീ എഴുതി പോയി, നാട്ടുകാരോട് പറയരുത്. പറഞ്ഞുകൊണ്ട് നടന്ന ഉള്ള സന്തോഷം പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറല്ലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരും. ഈ ദുനിയാവിലോ ആഖിറത്തിലോ നിനക്കൊരു സന്തോഷം അല്ലാഹ് തരും. ക്യാൻസർ രോഗം വരരുതെന്നാണ് ഞാനും നിങ്ങൾ ദുആ ചെയ്യുന്നത്. എങ്കിലും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ രോഗം വന്നവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ ഈ വരാത്തവൻ പറയുവത്രേ, ഇതുപോലും എനിക്ക് വന്നില്ലല്ലോ അല്ലാഹ്. ക്യാൻസർ രോഗം പിടിച്ച് 5 നേരം നിസ്കരിച്ച് റബ്ബിനെ ഭയന്ന് ജീവിച്ച ഒരു മനുഷ്യന് ക്യാൻസർ വന്നു മരിച്ചു. ആ മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോൾ വരാത്തവൻ പറയുക, ഒരു പനി പോലും എനിക്ക് വന്നില്ലല്ലോ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ദുഃഖമില്ല സഹോദര, നിരാശയില്ല സഹോദര. വീടില്ലേ? റബ്ബ് തരും. നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നീ എന്തിനാ കൊട്ടാരത്തിൽ നോക്കണേ? എടാ ചങ്ങാതി, നിനക്ക് വാടക വീടെങ്കിലും അല്ലാഹ് തന്നില്ലേ? അതുപോലും കടത്തിനെ കിടക്കുന്നവൻ അതില്ലല്ലോ. നിനക്കല്ല എന്തെങ്കിലും തന്നില്ലേ? അൽഹംദുലില്ലാ. അള്ളാഹിന് ശുക്ർ ചെയ്യ്, നിഅമത്ത്, അള്ളാഹിന് നന്ദി രേഖപ്പെടുത്ത്. അൽഹംദുലില്ലാ പറ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹിക്ക് രണ്ടും അറിയാം. നിനക്ക് കട തരാനും അറിയാം, സമ്പത്ത് തരാനും അറിയാം. ഈ പള്ളിയുടെ മുമ്പിൽ കൊണ്ടിരുത്തി യാചിപ്പിക്കാനും അള്ളാഹിക്ക് അറിയാം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ അള്ളാഹ് കാക്കുമാറാകട്ടെ. രണ്ടും അള്ളാഹിക്ക് അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ ചോദിക്കും, ഉസ്താദേ, ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പിന്നെ ആര് തിന്നാൻ കൊടുക്കും? നല്ല ചോദ്യം, ബുദ്ധി കൂടിയതിൻ്റെയാ. ഉസ്താദേ, ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആര് ഭക്ഷണം കൊടുക്കും? ആര് കൊടുക്കും? നല്ല ചോദ്യം. നീ മരിച്ച ആര് കൊടുക്കൂടാ ചങ്ങാതി? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. നീ മരിച്ചുപോയ ആര് കൊടുക്കും? അല്ല കൊടുക്കും. ആ അല്ല കൊടുക്കും. അല്ല പറയുകയാ, ഞാനാണ് റബ്ബ്, ഞാനാ റാസിഖ്, ഞാനാടാ റിസ്ക് തരുന്നവൻ, നീയല്ല. വഅമുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ. അല്ല പറയാ, ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുക. നീയല്ലടാ ഉണ്ടാക്കുന്നവൻ, ഞാനാ റബ്ബ്, ഞാനാ റാസിഖ്, ഞാൻ തരാം ഭക്ഷണം, നീയല്ല. മരിക്കുന്ന കാലം വരെ ഞാൻ തിന്നാൻ തരാം, പോയി നിസ്കരിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നല്ല മരണം വേണോ നിനക്ക്? വല്ലവൻ്റെ മയ്യത്തെന്ന് കണ്ടുകൊണ്ട് നടന്നാൽ മതിയോ? പറയുസ്താദ്, എൻ്റെ വാപ്പ മരിച്ചത് വെള്ളിയാഴ്ച, എൻ്റെ ഉമ്മ മരിച്ചത് റമളാൻ 27-ന്. നിനക്ക് എന്നാ കിട്ടും ചങ്ങാതി? നിൻ്റെ ഉമ്മ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ നിനക്കെന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടത്തില്ല. നീ വേണമെങ്കിൽ മരിച്ചു കാണിക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ പൊന്നാര ചങ്ങാതി, വല്ലവർക്കും അള്ളാഹ് കൊടുത്ത മരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ മരിച്ചു കാണിക്ക്. നീ വെള്ളിയാഴ്ച ജുമാ ദിവസം നിസ്കരിക്കാൻ മരിച്ചു കാണിക്ക്.
ഒരു വെള്ളിയാഴ്ചയുള്ള മരണം, നല്ല മരണം, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുക. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നീ ചോദിക്കാറുണ്ടല്ലോ, ഇവൻ പ്രമാണിയല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പണക്കാരനല്ല, കുടുംബക്കാരനല്ല, എന്നിട്ട് എവിടുന്ന അള്ളാഹ് ഈ മനുഷ്യൻ ഇത്ര ആള്? ചില മയ്യത്ത് കൊണ്ട് വെക്കുമ്പോൾ പള്ളി നിറയും, ചിലർ വെള്ളിയാഴ്ച മരിക്കും. ഇവൻ എന്നാ ചെയ്തിട്ടാ അള്ളാഹ് ഈ ഉപ്പായ്ക്ക് ഇങ്ങനെ ഒരു മരണം? അത് അള്ളാഹ് കൊടുക്കുന്നതാടോ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹ് നല്ല മരണം നൽകുമാറാകട്ടെ. എന്താ നല്ല മരണമെന്നറിയോ? എന്താണ് നല്ല മരണമെന്നറിയോ? നിസ്കരിക്കുന്നവൻ അള്ള കൊടുക്കുന്ന മരണം എന്തെന്നറിയോ? അതൊരു മനോഹരമായ മരണമാ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിസ്കരിക്കുന്നവൻ അള്ളാഹു കൊടുക്കുന്ന 2 പ്രതിഫലം ഉദാഹരണ സഹിതം പറഞ്ഞു നിർത്തുകയാ. ഒറ്റ ചരിത്രം, ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. കഴിക്കാൻ ഭക്ഷണം അള്ളാഹു തരുന്നത് എങ്ങനെയാണെന്ന്. മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു, എൻ്റെ ചെറുപ്പക്കാർ പഠിക്കാൻ. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സഹാബിയ, മുസ്ലിമായതിൻ്റെ പേരിൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടി കൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹുബൈബ്, നീ ഞങ്ങളുടെ കൂട്ടുകാരനാ, നീ ആ മതം മാറിപ്പോയി പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയും. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ല. എടാ ഹുബൈബെ, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, എന്തിനാടാ ചെറിയ പ്രായത്തിൽ ചാകുന്നേ? പണം വേണോ, അധികാരം വേണോ, ചോദിക്കണേ, എന്തും തരാം, നീ ഞങ്ങളുടെ കൂടെ വാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു വരൂല്ല. അവസാനം ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അവർ തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. പരസ്യമായി തൂക്കിലേറ്റണം, പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട്. ഒരാളും ഇനി മതം മാറരുത്, പരസ്യമായി കൊല്ലണം ഹുബൈബിനെ. അങ്ങനെ പരസ്യമായിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലുന്നതിന് മുമ്പ് അവർ ചോദിച്ചു, ഹുബൈബെ, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ചാകുന്നതിന് മുമ്പ് വല്ല മോഹം ഉണ്ടെങ്കിൽ പറ, സാധിപ്പിച്ചു തരാം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഞാൻ എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരുമോ? സാധിപ്പിച്ചു തരാം. അവന്മാർ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതിക്കോ? സമ്മതം കൊടുത്തു. 2 റക്അത്ത് നിസ്കരിച്ചു. ഹുബൈബ് തങ്ങളെ കൊണ്ട് ജയിലറയിൽ അടച്ചിടാൻ പറഞ്ഞു. കഴുകുമരം റെഡിയാക്കുകയാണ്. ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തിരുന്ന് നോക്കിയ തൂക്കുകയർ റെഡിയാക്കുന്നത് കാണാം. വെള്ളം കൊടുക്കരുത്, ഭക്ഷണം കൊടുക്കരുത്, പട്ടിണി കിടന്ന ഹുബൈബിനെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ ജയിലിനകത്ത് കൊണ്ട് അടച്ചിട്ട് റൂമിനകത്ത്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. ശത്രുവിൻ്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്ത് കയറിപ്പോയി. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ജയിലിനകത്തേക്ക് കുഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് കയറിപ്പോയി. ഉമ്മ തൻ്റെ കുഞ്ഞിനെ കാണാതെ തെരഞ്ഞു വരുമ്പോൾ ഹുബൈബ് തങ്ങളുടെ മടിയിലിരിക്കുന്നുണ്ട് കുഞ്ഞ്. ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിക്കുന്നു. ശത്രുവിൻ്റെ മകളാ. ആ പെണ്ണ് പേടിച്ചുപോയി. ആ പെണ്ണ് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുത്തേക്ക് പേടിച്ച് കയറി ചെന്ന ഉടനെ ഹുബൈബ് തങ്ങൾ തൻ്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഇറക്കി വിട്ടു. നഖം വെട്ടിക്കൊണ്ടിരിക്കുക. തൂക്കുകയർ റെഡിയാക്കല്ലേ. തന്നെ തൂക്കാനുള്ള കയറ് റെഡിയാക്കുമ്പോൾ ഹുബൈബ് തങ്ങളെ നഖം വെട്ടുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ജയിലറയ്ക്കകത്ത് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അടച്ചിട്ടപ്പോൾ ഈ പെണ്ണ് പറയുകയാ, ഞാൻ കണ്ടു ഹുബൈബിൻ്റെ മുമ്പിൽ മുന്തിരിപ്പാത്രം. ആ പെണ്ണ് പറയുകയാണ്, ഹുബൈബിൻ്റെ ജയിലിനകത്ത് ഞാൻ കടന്നു ചെന്നപ്പോ ആ നാട്ടിൽ പോലും മുന്തിരിയില്ലാത്ത സമയത്ത്, മദീനയിൽ പോലും മുന്തിരി കിട്ടാത്ത സമയത്ത് ഹുബൈബ് മുന്തിരി തിന്നുന്നുണ്ട്. ഹുബൈബിന്റെ ജയിലിനകത്ത് പാത്രത്തിനകത്ത് മുന്തിരി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇതാടാ അല്ലാ, ഇതാടാ ചെറുപ്പക്കാരാ അല്ലാ. അല്ല പറഞ്ഞല്ലോ തരാമെന്ന്, നിനക്ക് മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം തരാമെന്ന് അല്ല പറഞ്ഞിരിക്കുകയാ. ജീവിതത്തിന്റെ അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരൻ അല്ലാഹു പടച്ചവനെ ജയിലറയ്ക്കകത്ത് കടിക്കാൻ ഭക്ഷണം കൊടുക്കുകയാ. അവിടുന്ന് തൂക്കുകയറ് റെഡിയായി. ഹുബൈബ് തങ്ങളെ പിടിച്ചു കൊണ്ടുവരികയാണ്. കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഹുബൈബ് തങ്ങളുടെ കൈകാലുകൾ കെട്ടുകയാണ്. അവന്റെ തല മറക്കരുത്, മുഖം മറക്കരുത്. അവൻ കിടന്നു പിടയുന്നത് ജനങ്ങൾ മുഴുവനും കാണട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖം മറച്ചില്ല. മോനെ കയ്യും കാലും കെട്ടി കഴുത്തിൽ കയറിട്ടു. ഹുബൈബ് തങ്ങളോട് ചോദിച്ചു, ഹുബൈബേ ഇനിയെങ്കിലും പറ മതം മാറുമോ?
എങ്കിലും നീ മതം മാറുമോ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, മാറൂല. എടാ ഹുബൈബേ, നീ മതം മാറണ്ടടാ. മുഹമ്മദിനെ മോശമായിട്ടൊരു വാക്കു പറഞ്ഞാ നിന്നെ ജീവനോടെ വിടാ. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ തുണ്ടം ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചു പറിക്കുകയാ. അവിടന്ന് പടച്ചവനെ ഇറച്ചി വലിച്ചു പറിക്കുകയാണ്. ഹുബൈബ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാ. വേദന സഹിക്കാൻ കഴിയാതെ കരയുകയാ. കഴുത്തിൽ കയറിട്ട് മുറുക്കുകയാ. വരുന്നടാ ചെറുപ്പക്കാരാ, വാപ്പാ. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്നാ. കഴുകുമരത്തിൽ കിടന്ന മരണവപ്രാളത്തിൽ പിടയുന്ന ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ആ സ്വഹാബിയുടെ കണ്ണിന്റെ മുമ്പിലേക്ക് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വരികയാ. അവിടെന്ന് ചോദിക്കുന്നു, ഹുബൈബേ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാടാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ കരയുന്നത്? നിന്നെ കളിയാക്കുന്നടാ ഹുബൈബ്, നിന്നെ നോക്കിയിട്ട് പരിഹസിക്കുന്നടാ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മലക്കുകൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെന്ന് സകാദത്ത് കലിമ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാ. വിളിച്ചു പറയടാ, കേൾക്കട്ടെ, ഈ ചിരിക്കുന്നവന്മാര് മുഴുവനും കേൾക്കട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല കഴുകുമരത്തിൽ കിടന്ന് കഴുത്ത് തന്റെ കയറിലേക്ക് മുറുകുമ്പോ ഹുബൈബ് തങ്ങൾ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടുത്തി വീണതുപോലെ ഭയന്നു പോയടോ നിസ്കരിക്കുന്ന ഉപ്പമാരെ. അല്ലാഹുവേ, പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളിക കിടച്ച് കിടന്നുറങ്ങി വെളുപ്പാങ്കാലത്ത് 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോകുന്ന വാപ്പാ, വെറുതെയല്ല വാപ്പാ, ഈ കഷ്ടപ്പെട്ടത് വെറുതെയല്ല വാപ്പാ. നിനക്കല്ല തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ നിന്റെ വാപ്പ വേണ്ട, നിന്റെ ഉമ്മ വേണ്ട, നിന്റെ കൂടപ്പിറപ്പ് വേണ്ട, നിന്റെ കുടുംബക്കാരൻ വേണ്ട, നിന്റെ മക്കള് വേണ്ട. വാപ്പാ, നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ നിനക്ക് പറഞ്ഞു തരും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞു തരും വാപ്പാ, അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു തരും. സിറാജ് കയ്യിൽ നിന്ന് പറഞ്ഞതല്ല, ഉസ്താദ് ഇരിക്കുന്നുണ്ട്. നാളെ രാവിലെ ഖതീബിനോട് ചോദിക്ക്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാ, മലക്കുകൾ പറയും, ഞാൻ ആരെന്നറിയോ? നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ. പറ വാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരികയാ. ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് കഴുകുമരത്തിൽ കിടന്നു പിടയുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്ത സകാദത്ത് കലിമ വിളിച്ചു പറയടാ. എന്നിട്ട് മലക്കുകൾ ചോദിക്കുകയാ, കരയുകയാണോ ഹുബൈബ്? എന്തിനാടാ കരയുന്നത്? ആകാശ ലോകത്തേക്ക് കണ്ണുയർത്തി നോക്കടാ. മലക്കുകൾ മുഴുവനും അതാ സദാ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാ, ഇത് സ്വർഗത്തിലെ പട്ടുവസ്ത്രമാ. ഇത് നിന്റെ റൂഹ് പൊതിയാൻ കൊണ്ടുവന്നതാണ്. എന്തിനാടാ പേടിക്കുന്നത്? പറയടാ ഹുബൈബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചിരിക്കടാ ഹുബൈബേ, നിന്നെ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കി ചിരിക്കൂ. പടച്ച റബ്ബേ,
തൂങ്ങി മരിക്കുന്നവന്റെ കണ്ണ് തള്ളുമല്ലോ, വായിലൂടെ പതയുന്നൊരയും ഒഴുകുമല്ലോ, പടച്ചവനെ മലമൂത്ര വിസർജനം നടത്തുമല്ലോ. എന്നാ കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കാണാ. തിരക്കായിരുന്നടാ ചെറുപ്പക്കാരാ. ഹുബൈബ് തങ്ങളുടെ പ്രകാശം കണ്ട മുഖമുണ്ടല്ലോ, ആ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് മുസ്ലിമായ സഹാബികളുണ്ടടാ ചെറുപ്പക്കാരാ. ഹുബൈബ് തങ്ങളുടെ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ട്. എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ, എന്തൊരു പ്രകാശമായിരുന്നെന്നറിയോ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ, ഹുബൈബ് തങ്ങൾ കഅബാലയത്തിന്റെ നേരെ തലവെച്ചപ്പോ ശത്രുക്കൾ തലപിടിച്ച് തിരിക്കുകയാ. കിബിലയുടെ നേരെ കിടന്നു മരിക്കണ്ട. എന്നാൽ ഹുബൈബിന്റെ തല കഅബാലയത്തിന്റെ നേരെയായിരുന്നു. അങ്ങനെ കിടന്നാണ് ഷഹീദായത്, അങ്ങനെ കിടന്നാണ് ഷഹീദായത്. ശത്രുക്കൾ പറഞ്ഞു, അവിടുന്ന് ജനാസ കൊടുക്കരുത്, മുസ്ലിമീങ്ങൾക്ക് കൊടുക്കരുത്, ഇവിടെ കിടന്ന് പുഴുത്തു നാറട്ടെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊടുത്തില്ല, കാവല് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. ഹുബൈബ് തങ്ങളുടെ ജനാസ കൊടുക്കാതെ വന്നപ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിനെ ഖബറടക്കുന്നത്? ഞാൻ പോകാ നബിയേ. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുന്നു, ഞാൻ പോകാ. അവിടെന്ന് സമ്മതം കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരിക്കുന്ന മലയുടെ മുകളിലേക്ക് അവിടെന്ന് പോകുമ്പോ ശത്രുക്കള് കള്ളു കുടിക്കുകയാണ്. കാവല് നിന്നവന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാണ്. സഹാബി നോക്കുമ്പോ ഒരു പെണ്ണോടി വരികയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ്, ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാണ്. ശത്രുക്കളോട് ചോദിക്കുന്നു, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? ചത്തവന്റെ തല നിനക്കെന്തിനാ പെണ്ണ്? പുഴുത്തു നാറിക്കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ, ആ തല വെട്ടിപ്പൊളിച്ചിട്ട് തലച്ചോറിലെത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊടിച്ചു കുടിക്കാനാ. തല വെട്ടിത്തരുമോ? ഹുബൈബിന്റെ തല മുറിച്ചു തരുമോ? നിങ്ങളിൽ ആരാ ഹുബൈബിന്റെ തല കൊണ്ട് തരുന്നത്? ഞാൻ അവൻ എന്റെ ശരീരം തരാ. ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ ശരീരം വെക്കുമ്പോ ഓടുകയാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാൻ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തലവെട്ടാൻ ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ഓടുമ്പോ സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്താണ് നടക്കുന്നതെന്ന് കാണാൻ. സുബ്ഹാനല്ലാഹ്, ഈന്തപ്പന മരത്തിന്റെ മുകളിൽ കയറി നോക്കുമ്പോ വാളും കൊണ്ട് തലവെട്ടാൻ പോയവന്മാര് ജീവനും കൊണ്ടോടുകയാണ്. എന്തേ സംഭവിച്ചതെന്നറിയില്ല. നാലു ഭാഗത്തേക്ക് മൂടുകയാണ്, നാലു ഭാഗത്തേക്ക് മൂടുകയാ. ഒന്നും കാണുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടുകയാണ്. നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് സ്വഹാബി പറയുന്നു, നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ഹുബൈബിന്റെ ജനാസ കാണുന്നില്ല നബിയേ. സഹാബാ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി സ്വഹാബ, എന്റെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കി സ്വഹാബ. ആരാ നബിയേ, ആരാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിർത്തുകയാ ചെറുപ്പക്കാരാ. 5 നേരം നിസ്കരിക്കുന്ന എന്റെ ചെറുപ്പക്കാരോട്, അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരോട്, എന്ത് ജോലിയാണെങ്കിലും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ
കൃത്യസമയത്ത് നിസ്കരിക്കുന്ന ഉമ്മ, ഈ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ, ഈ പ്രതിഫലം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അല്ലാഹു തരുന്ന പ്രതിഫലം, അല്ലാഹു തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചു പോയെന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ. നിന്റെ വീട്ടിൽ ടാർപ്പ് കെട്ടുകയാണ്, കസേര നിരത്തുകയാണ്, വീട്ടിൽ ചൂടുവെള്ളം തയ്യാറാക്കുകയാണ്. കുടുംബക്കാരും നാട്ടുകാരും കേട്ടവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് വരികയാ. അവസാനം നിന്റെ ജനാസ എടുത്തു വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. നജസുകൾ ഒഴിവാക്കുകയാണ്, നഖത്തിനടിയിൽ അഴുക്കളെടുത്ത് കളയുകയാണ്, വസ്ത്രങ്ങൾ മാറ്റുകയാണ്, നിന്റെ ജനാസ കുളിപ്പിക്കുകയാണ്, സുഗന്ധമിട്ട വെള്ളമൊഴിക്കുകയാണ്, അവിടന്ന് ഉളുവെടുപ്പിക്കുകയാ, നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കുകയാ. എന്നിട്ട് നിന്നെ പുതിയ തുണിക്കകത്തങ്ങ് പൊതിയുകയാ. പുതിയ തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുന്നു, എല്ലാവരും മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക്. എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നിന്റെ ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരുമല്ലോ. വീടിനകത്തേക്ക് കൊണ്ടുവന്നു. വാപ്പാ, ഇത് നിന്റെ വീട്ടിൽ നടക്കുന്ന ഒരു രംഗമാ, ഇത് ഓരോ വീടുകളിലും നടക്കുന്ന രംഗമാ. 3 കഷ്ടം വെള്ള തുണി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്, അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. ഉസ്താദ് വന്നിട്ടുണ്ട്, കുടുംബക്കാര് വന്നിട്ടുണ്ട്, എല്ലാരും നിന്റെ ചാരത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരു ദിവസവും ആള് കൂടിയിട്ടില്ല. എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ ആരോ ചോദിക്കുന്നു, പഞ്ഞിയെവിടെ, പഞ്ഞിയെവിടെ, ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ ചോദിക്കുന്നതെന്നറിയോ? മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിൻ്റെ നോരത്ത് പഞ്ഞി വെക്കുകയാണ്, കാണണ്ടവരൊക്കെ കണ്ടോ പുതിയ പോവുകയാണ്. റബ്ബേ, കണ്ടതൊക്കെ മതി പുതിയ പറയുകയാണ്. ജനാസ പൊതിഞ്ഞു, മയ്യത്ത് കട്ടില് വീടിന്റെ മുറ്റത്ത് വന്നു, നിന്റെ ജനാസ അതിലേക്ക് എടുത്തു വെച്ചു. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരാ, 5 നേരം നിസ്കരിച്ച ചെറുപ്പക്കാരാ, നിന്റെ ജനാസ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ ചെറുപ്പക്കാരോട് പറയുകയാ, 5 നേരം നിസ്കരിച്ച ഉപ്പമാരോട് പറയുകയാ, ഈ പള്ളിയിലെ സ്ഥലം കിട്ടൂല. ഇന്നുവരെ ഈ പള്ളിയും പരിസരവും നിറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജനാസ കൊണ്ടുവന്നപ്പോ ഈ പള്ളിയും പരിസരവും നിറഞ്ഞു കണ്ടിട്ടുണ്ടോ? എങ്കിലും നിറയും ബാപ്പ. നിന്റെ ജനാസ കൊണ്ടുവരുമ്പോ കാലുകുത്താ സ്ഥലം കിട്ടൂല. ഈ പള്ളിയും പരിസരവും മുഴുവനും നിറയുകയാണ്. ആരാ വരുന്നതെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ വീട്ടിലേക്ക് വരികയാ. ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന അള്ളാന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ വരും നിന്റെ ജനാസ കബറടക്കാർ. ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയത് മലക്കുകളാ. അവസാനത്തെ അഭിലാഷം എന്തെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ്, ആ ഹുബൈബിനെ കബറടക്കിയത് മലക്കുകളാണെന്ന് നിബിധങ്ങൾ പറയുമ്പോ 5 നേരം നിസ്കരിച്ച ഉപ്പാ, അള്ളാന്റെ മലക്കുകൾ നിന്റെ ജനാസ കബറടക്കി
നടക്കാതെ കടന്നു വരുമെങ്കിലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത ഒരു മരണമാണ്. ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്, ഇതിനാണ് നല്ല മരണമെന്ന് പറയുന്നത്. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ കഴിക്കാ ഭക്ഷണം തരാ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനുള്ള ഒരു മരണം തരാമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുമ്പോ, പടച്ചറപ്പേ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിടടോ, ഒരു സദക്ക എടുക്കൂ. എന്നിട്ട് പടച്ചവനോട് പറയണമല്ലാ, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ഗതികേട് വരുത്തരുത്. പടച്ചവനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ചു ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ സ്വർഗം കണ്ടുകൊണ്ട് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒന്നുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൗബ ചെയ്തിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തില് ശഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞ സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് ഷഹീദാകാൻ ഒരവസരം തരണേ അല്ലാ എന്ന നിയത്തോടെ ഒരു സദക്ക എടുക്കൂ. നബി തങ്ങൾ പറഞ്ഞല്ലോ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന്. അസദഖത്തു റദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഈ ബക്കറ്റിന്റെ കത്തിടുന്ന പൈസ കാരണം നിനക്ക് വരാനിരിക്കുന്ന അപകടങ്ങള്, വരാനിരിക്കുന്ന വിപത്തുകള്, വരാനിരിക്കുന്ന രോഗങ്ങള്, കഥാ വരാനിരിക്കുന്ന ദുഃഖങ്ങള് അത് തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആണുങ്ങൾക്ക് അൽഹംദുലില്ലാ എല്ലാവരും പടച്ചവനെ അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുക്ക് ഇൻഷാ അല്ലാഹ് ബക്കറ്റിൻ്റെ അകത്തേക്ക് ഇട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കും. എന്തേപ്പാ പയ്യൻ എന്തേപ്പാ ഇൻഷാ അല്ലാഹ് ആരാ ബക്കറ്റ് ഓടി വമാൻ ഇൻഷാ അല്ലാഹ് കൊടുത്തു. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് അവരവരുടെ കയ്യിലുള്ളത് അൽഹംദുലില്ലാ എല്ലാവരും ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ പടച്ചവനെ ആരെല്ലാം ഈ ബക്കറ്റിൻ്റെ അകത്ത് ഹദിയ ചെയ്യുന്നുണ്ടോ അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ പടച്ചവനെ. സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം കൊടുക്കണേ റഹ്മാനെ. എല്ലാവിധ മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ല പടച്ചവനെ. അള്ളാഹുവെ ഏതെങ്കിലും മാരകമായ രോഗത്തിൻ്റെ അണുക്കൾ ഈ സദക്ക നൽകുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, നന്മകൾ ചെയ്യ്, 5 നേരം നിസ്കരിക്ക്, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം, ഒരു നല്ല മരണം അള്ളാഹു തരാമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹുവെ മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും നിസ്കരിച്ചു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ.